മലയാളത്തിലെ സിനിമാറ്റിക് കവിതകൾ സിനിമയിൽ പിറന്നതുകൊണ്ട് അത് കവിതകളല്ല, പാട്ടുകളായിട്ട് മാത്രം പരിഗണിക്കപ്പെട്ടിട്ടുള്ള കുറേ ഗാനങ്ങളുണ്ട്, അല്ലെങ്കിൽ കവിതകളുണ്ട്. അതിൽ വളരെ ഹൃദ്യമായിട്ടുള്ള ഒരു സിനിമാറ്റിക് കവിതയാണ് അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി അനുഭൂതി ധന്യമാം ശാത്വലപൂവിൽ നവനീത ചന്ദ്രിക ജോൺസൺ മാഷ് വളരെ മനോഹരമായിട്ടുള്ള ഒരു ഈണം, ഒരു കഥ ഒരു നുണക്കഥ എന്നുള്ള സിനിമയിലെ കവിത തുളുമ്പുന്ന വരികൾ, സിനിമയിലെ സിറ്റുവേഷനും മമ്മൂക്കയുടെ കഥാപാത്രം, അദ്ദേഹം അത് എനിക്ക് തോന്നുന്നു ഡബ് ചെയ്തത് മമ്മൂക്ക തന്നെയാണ്. അറിയാതെ അറിയാതെ എന്നിലെ എന്നിൽ നീ കവിതയായി വന്നു തുളുമ്പി, അങ്ങനെയാണ് ആ സോങ്ങിൻ്റെ തുടക്കത്തിലുള്ള ഒരു പോർഷൻ. മാധവിയും മമ്മൂക്കയായിരുന്നു അതിലെ നായകനും നായികയും. ശ്രീനിവാസനായിരുന്നു എനിക്ക് തോന്നുന്നു അതിൻ്റെ സ്ക്രിപ്റ്റ്, മോഹൻ്റെ സംവിധാനം. വളരെ മനോഹരമായിട്ടുള്ളൊരു പാട്ടായിരുന്നു. എനിക്ക് തോന്നുന്നു പാർവതിക്ക് ശേഷം ജോൺസണുമായി ചെയ്യാൻ സാധിച്ച വളരെ മനോഹരമായിട്ടുള്ളൊരു ഈണം, അതിലേക്ക് വരികൾ വരികയായിരുന്നു. എങ്ങനെയായിരുന്നു ഈ ഒരു മനോഹരമായിട്ടുള്ളൊരു പ്രണയഗാനത്തിൻ്റെ ഒരു പിറവി? വാസ്തവത്തിൽ ഒരു കഥ ഒരു നുണക്കഥ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധേയമായ ചിത്രമാണ്. ഒന്ന്, ശ്രീനിവാസൻ എന്ന് പറയുന്ന ഒരു തിരക്കഥാകൃത്ത് ജനിക്കുന്നത് ഈ പടത്തോടെയാണ്. മോഹൻ ശ്രീനിവാസനെ കൊണ്ട് എന്നുവെച്ചാൽ ഒരു അസിസ്റ്റൻ്റായിട്ട് നിർത്തിക്കൊണ്ട് മോഹൻ്റെ പടങ്ങളുടെയൊക്കെ രീതി അങ്ങനെയാണ്. മോഹനുമായി ഇരിക്കും, മോഹൻ ഡയലോഗ് ഇങ്ങനെ ഡിസ്കസ് ചെയ്യും, മോഹൻ പറയുന്നതനുസരിച്ച് എഴുതുക, അടിമ പോലെ. സ്വന്തമായിട്ടുള്ളൊന്നും പുള്ളി അക്സെപ്റ്റ് ചെയ്യില്ല. ജോൺ ബോൾ ആണെങ്കിലും ആരാണെങ്കിലും, ഇപ്പോൾ ഉദാഹരണത്തിന് നീ അങ്ങോട്ട് പോകൂ എന്ന് കാമുകൻ കാമുകിയോട് പറയുന്നൊരു ഡയലോഗ് ഉണ്ടെന്നിരിക്കട്ടെ, ഇത് ജോൺ ബോൾ വായിച്ച് കേൾപ്പിക്കുന്നു, നീ അങ്ങോട്ട് പോകൂ. അപ്പുറത്ത് ഡയറക്ടർ മോഹൻ ഇരിക്കുകയാണ്, മോഹൻ അത് കേൾക്കുന്നു. മോഹൻ കുറച്ചു നേരം കഴിഞ്ഞ് പറയുന്നു അത് വേണ്ട. ആപ്റ്റാണെന്നുള്ള ധാരണയിലിരുന്ന ജോൺ ബോളിന് നിരാശയായി. പിന്നെന്താണ് പകരം അപ്പോൾ വീണ്ടും മോഹൻ ചോദിക്കുന്നു, എന്താണെങ്കിലും എഴുതിയത് നീ അങ്ങോട്ട് പോകൂ, കുഴപ്പമില്ല അത് തന്നെ ആയിക്കോട്ടെ. ഇങ്ങനെയാണ് പുള്ളിയുടെ ഒരു രീതി. ചില കാര്യങ്ങൾക്ക് പുള്ളി വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടെങ്കിലും ഈ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പുള്ളിക്ക് പറ്റാത്തത് കൊണ്ട് ആ പറയേണ്ട സംഭവം പുള്ളി അങ്ങ് അക്സെപ്റ്റ് ചെയ്യും. അത് മോഹനെ വളരെ അടുത്തറിയാവുന്നവർക്കറിയാം. പക്ഷേ മോഹൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്നുള്ളത് പിന്നീട് ഈ എഴുത്തുകാരന് മനസ്സിലാവും. അതുകൊണ്ട് അയാൾ ആ ഉദ്ദേശിക്കുന്ന സംഭവം എഴുതി കൊടുക്കുമ്പോൾ മോഹൻ സാറ്റിസ്ഫൈഡ് ആകും. മോഹനത് പറഞ്ഞ് ഫലിപ്പിക്കാനുള്ള അറിവില്ലാത്തതുകൊണ്ടാണ് സംഭവിക്കുന്നത്. നേരെ മറിച്ച് ഒരു കഥ നുണക്കഥയിൽ ശ്രീനിവാസൻ ഭംഗിയായിട്ട് എഴുതുമെങ്കിലും ശ്രീനിവാസൻ്റെ സ്ക്രിപ്റ്റിലെ ഓരോ പേജും മോഹൻ ശരിയായ രീതിയിൽ മനസ്സിലാക്കിയ ശേഷം മാത്രമേ ഷൂട്ട് ചെയ്യൂ. വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു അടിമവേല പോലെയാണ് ഞാൻ കണ്ടിട്ടുണ്ട്. ശ്രീനിവാസൻ ഇങ്ങനെ പിന്നാലെ നടന്ന് പുള്ളി അഭിനയിക്കുന്നുണ്ട്. ആക്ച്വലി ആ പടം നിർമ്മിച്ചത് ഇന്നസെൻറ്റും ഡേവിഡ് കാച്ചപ്പള്ളിയൊക്കെ ചേർന്നിട്ടാണ്. സാമ്പത്തിക ബുദ്ധിമുട്ട് വല്ലാതെ ഉണ്ടായിരുന്നു അന്നത്തെ പ്രൊഡക്ഷനിൽ. പക്ഷേ ആ രോഹിണി ഹോട്ടലിലാണ് മിക്കവാറൊക്കെ ഷൂട്ട് ചെയ്തത്. ഞാൻ ഫുൾ ടൈം അവിടെ ഉണ്ടായിരുന്നു. കാരണം പാട്ടെഴുതാൻ ഞാനും അവിടെ പോയി. ഞാനവിടെ ഡേവിഡ് കാച്ചപ്പള്ളിയുടെ കൂടെ താമസിക്കേണ്ടി വന്നു സാലിഗ്രാമിൽ. അപ്പോൾ രാവിലെ ഇതിൻ്റെ ഷൂട്ടിങ്ങിന് രോഹിണി സ്റ്റുഡിയോയിൽ പോയാൽ 2 മുറികളേ ഉള്ളൂ അവിടെ. ആക്ടേഴ്സിന് കിടക്കാനൊരു മുറി, അതിനകത്ത് മമ്മൂട്ടിയുണ്ട്, നെടുമുടി വേണുണ്ട്, ഞാനുണ്ട്. അപ്പം ഞങ്ങളൊക്കെ അവിടെ ഇരിക്കുമ്പോൾ മമ്മൂട്ടിയും നെടുമുടി വേണും, അതിന് നെടുമുടി വേണുവിനാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റോളുള്ളത്. മമ്മൂട്ടി ഹീറോ ആണെങ്കിൽ പോലും അന്ന് മമ്മൂട്ടിക്ക് ഒരു ഹീറോയുടെ പരിവേഷം വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നെടുമുടിയാണ് ഹീസ് റണ്ണിങ് ദ ഷോ, അതാണ് കറക്റ്റ്. അങ്ങനെ വരുമ്പോൾ ഇതിനുള്ള സിറ്റുവേഷനും പാട്ടും എഴുത്തും അഭിനയവും എല്ലാം ഒരുമിച്ച് നടക്കുകയാണ്. ഒരു നിഴല് പോലെ മോഹൻ്റെ പിന്നാലെ ഷർട്ട് പോലും ഇടാതെ മുണ്ട് മാത്രം എടുത്ത് ശ്രീനിവാസൻ ഇങ്ങനെ നടക്കുന്നത്. അന്നേ എനിക്ക് തോന്നി ശ്രീനിവാസൻ എന്ത് കണ്ടമാനം ബുദ്ധിമുട്ടുന്നില്ലെന്ന് ഈ പടത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ആ ബുദ്ധിമുട്ടൊക്കെ സത്യമായിട്ട് വന്നു, ശരിയായിട്ട് വന്നു. കാരണം അന്നത്തെ കാലത്ത് ഒരു ബെസ്റ്റ് സെല്ലർ ആയില്ലെങ്കിലും പിൽക്കാലത്ത് ജനം ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല കോമഡി ചിത്രമായിട്ടൊന്നും മാറി. അതിനകത്ത് ഈ അറിയാതെ അറിയാതെ എന്നുള്ള പാട്ടുണ്ടാക്കുന്നത് തന്നെ ജോൺസൺ ഒരു കവിത വേണമെന്ന് ഉള്ള തീരുമാനമാവുന്നു. കവിത എഴുതണം. അപ്പോൾ ഹോട്ടലിൽ പോയിരുന്ന് എഴുതാൻ ഞങ്ങൾ വയ്ക്കുന്നു. ഞാനും ജോൺസണും കൂടെ രാവിലെ 11 മണിക്ക് ഹോട്ടലിൽ മുറിയിൽ പോകുന്നു. രോഹിണി ഹോട്ടലല്ല, ഷൂട്ടിംഗ് സ്ഥലത്തല്ല, വേറൊരു ഹോട്ടലിൽ. അവിടെ പോയിരിക്കുന്നു. അപ്പോൾ ജോൺസന് ട്യൂണും വരുന്നില്ല, എനിക്ക് കവിതയും വരുന്നില്ല. ഹാർമോണിയപ്പെട്ട് കൊണ്ട് ജോൺസണുണ്ട്, ഞാനും ഉണ്ട്. ഇടയ്ക്കിടയ്ക്ക് ജേവി കാച്ചപ്പള്ളിയാണ് പ്രൊഡക്ഷൻ മാനേജർ. പുള്ളി ഇടയ്ക്ക് വന്ന് നോക്കിയിട്ട് പോകും. കവിത ഉണ്ടാവുന്നില്ല, ട്യൂണും ഉണ്ടാവുന്നില്ല. അപ്പോൾ ഉച്ചയായപ്പോൾ എല്ലാവർക്കും ഭക്ഷണം വേണം. അപ്പം ഞങ്ങൾക്കുള്ള ഭക്ഷണം തന്നിട്ട് വീട്ടിലേക്ക് എന്തോ ചിക്കൻ എന്തോ ഒരു സാധനത്തിന് അതിൻ്റെ ഒരു പൊതിയായിട്ട് അവിടെ മദ്രാസിലാണ് പുള്ളിയുടെ വീടെന്ന്, കാച്ചപ്പള്ളിയുടെ. പുള്ളി നേരെ വീട്ടിൽ വൈഫിൻ്റെ അടുത്തേക്ക് പോകുന്നു ഊണ് കഴിക്കാൻ വേണ്ടി. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്പം ഞങ്ങളിങ്ങനെ ട്യൂണില്ലാതെയും വരിയില്ലാതെയും വിഷമിക്കുകയാണ്. മോഹനാണെങ്കിൽ പാട്ട് വൈകിട്ട് കിട്ടുകയും വേണം. ആ സിറ്റുവേഷനിൽ
ജോൺസൺ ഇങ്ങനെ വെറുതെ പല ട്യൂണും നോക്കുന്നുണ്ട്. അപ്പോൾ അവിടുന്ന് ഫോൺ ചെയ്യുന്നു ഡേവിഡ് കാച്ചപ്പള്ളി. പുള്ളി ഫോണിൽ കൂടെ പാടി കേൾപ്പിക്കുന്ന ഒരു പാട്ട്, ഒരു ഹിന്ദി പാട്ട്, പരിചയ് എന്നുള്ള പടത്തിലൊരു പാട്ടാണത്. അത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മോള് കേൾപ്പിച്ചതാണ് ഡേവിഡ് കാച്ചപ്പള്ളി. പാട്ട് ക്ലിക്കാവുന്നു. ആ ട്യൂൺ ഫോളോ ചെയ്തുകൊണ്ട് വേറൊരു ട്യൂൺ ഉണ്ടാക്കാം, പാട്ടുണ്ടാക്കാം എന്ന്. ആക്ച്വലി ഇപ്പോൾ മ്യൂസിക് ഡയറക്ടർ സുജാതയാണ്. സുജാത പറഞ്ഞ ബീത്തിലാലേ റേന എന്നൊരു പാട്ടുണ്ട്. അത്രയേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇയാൾ ഉണ്ടാക്കിയതാണ്. എങ്കിലും ഈ തുടക്കം ഒരു വഴി കിട്ടാൻ അത് സഹായിച്ചു. പെട്ടെന്ന് കണ്ട് പിന്നെ ചടുലമായിട്ടുള്ള ജോൺസൻ്റെ കൈകൾ വർക്ക് ചെയ്യുന്നു. ഞാനാണെങ്കിലോ ഈ സമയത്ത് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞാൻ പെട്ടെന്ന് ബാത്റൂമിൽ പോയി. അപ്പോൾ പെട്ടെന്ന് പുറത്തുനിന്ന് ജോൺസൺ വിളിച്ച് പറയുന്നു, MDR ട്യൂൺ ശരിയായി. അപ്പോൾ ഞാൻ വരാം. അല്ല, ഞാൻ ട്യൂൺ പാടി കേൾപ്പിക്കാം, വരികൾ മനസ്സിലാലോചിച്ചോളാൻ പറയുന്നു. അങ്ങനെ ഞാൻ ബാത്റൂമിൽ ഇരിക്കുന്നു. പുള്ളി അവിടെ നിന്ന് ഉറക്കെ ജോൺസൺ ആ ഒച്ചയിൽ ഇങ്ങനെ പാടുന്നു ജോൺസൺ. ഞാനിങ്ങനെ അവിടെ ഇരിക്കുകയാണ്. എന്തിനാണ് ബാത്റൂമിൽ വന്നതെന്നുള്ള കാര്യം പോലും മറന്ന് കവിതയിലേക്ക് മനസ്സ് വ്യാപരിക്കുകയാണ്. അങ്ങനെ യു വോണ്ട് ബിലീവ് ബാത്റൂമിൽ വെച്ചൊരു പാട്ട് ജനിക്കുകയാണ്. അറിയാതെ അറിയാതെ എന്നുള്ള വരികൾ കിട്ടുന്നു. ഫോളോ ചെയ്ത് താഴെ ഇറങ്ങുന്നു, പുറത്ത് വരുന്നു. പുറത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വിത്തിൻ എ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് വരികൾ വിടവിടാ വരുന്നു. അങ്ങനെ ആ പാട്ടുണ്ടാകുന്നു. ജോൺസൺ പറഞ്ഞ പോലെ ആദ്യത്തെ ആ വഴി കിട്ടി ജോൺസണ്. അതാണ് ഒരു പ്രില്യൂഡ് എന്നൊക്കെ പറയുന്നല്ലേ, ഒരു ഇൻസ്പിറേഷൻ. അത് വന്നതോടുകൂടി ജോൺസൺ മലയാളത്തിലെ എന്നും അവിസ്മരണീയമായൊരു പാട്ടുണ്ടാക്കുകയാണ്. ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ ആരാധകൻ ആരാന്നറിയാമോ? മമ്മൂട്ടിയാണ്, പിന്നെ ഗിരീഷ് പുത്തഞ്ചേരിയാണ്. മമ്മൂട്ടി പറയാൻ കാരണം ഈ പാട്ട് അന്ന് ഷൂട്ട് ചെയ്ത പാട്ട് വർഷങ്ങൾക്ക് ശേഷം ഒരുപാട് പടങ്ങൾ വന്നു. മമ്മൂട്ടി ഒരുപാട് വലിയ വലിയ പടവുകൾ കയറി മുകളിലെത്തി. പക്ഷേ എപ്പോഴും മമ്മൂട്ടിയുടെ റിംഗ് ടോൺ ഇപ്പോഴും ഈ പാട്ടാണ്. അത് കാരണം ഒരു ദിവസം ഞാൻ എന്തോ അലസ നിമിഷത്തിൽ മമ്മൂട്ടിയെ ഫോൺ ചെയ്തു. മമ്മൂട്ടി ഫോൺ ചെയ്തപ്പോൾ പുള്ളി ഫോൺ എടുത്ത് മറുപടി വരുന്നില്ല. ഈ പാട്ട് വരുന്നു, അറിയാതെ അറിയാതെ എന്നുള്ളത്. ഞാൻ ഞെട്ടി. കുറച്ച് കഴിഞ്ഞ് പുള്ളി ആ പാട്ട് നിർത്തിയിട്ട് ചോദിച്ചു, ഇത് ഏത് പാട്ടാണെന്ന് എനിക്കറിയാമോ? എടോ, തൻ്റെ വരികളൊക്കെ എൻ്റെ റിംഗ് ടോണിലുണ്ടറിയാമോ എന്ന് പറഞ്ഞിട്ട് മമ്മൂട്ടി ആ പാട്ടിനെക്കുറിച്ച് ഒരുപാട് സംസാരിച്ചു. ഉറക്കത്തിലും ഊണിലും ഒക്കെ പുള്ളി അത് ഇഷ്ടപ്പെട്ടിരുന്നു. ഇതേപോലെ ഇഷ്ടപ്പെട്ട വേറൊരാളാണ് ഗിരീഷ് പുത്തഞ്ചേരി. അവനൊരു ദിവസം അവർ രാത്രി എന്നെ വിളിച്ച് പറഞ്ഞു, ചേട്ടാ ഞാനൊരു വലിയ മിസ്റ്റേക്ക് കാണിച്ചിട്ടുണ്ട്, ക്ഷമിക്കണം. എന്താണെന്ന് ചോദിച്ചു. രഞ്ജിത്തിൻ്റെ ഒരു പടമുണ്ട്, അതിലൊരു ഡിവറ്റുണ്ട്, അതിന് ഞാൻ ചേട്ടൻ്റെ ആദ്യത്തെ 2 വരി എടുത്തിട്ടുണ്ട്, അറിയാതെ അറിയാതെ. ഞാൻ പറഞ്ഞു, എടാ നീ എന്ത് കൊലച്ചതിയാണ് ഈ കാണിച്ചത്? അല്ല, ഒരു കുഴപ്പമുണ്ടാവില്ല, ആ പാട്ട് ഭംഗിയായ ട്യൂണായിട്ടിരിക്കുന്നത്, മറ്റേ ട്യൂണുമായിട്ട് യാതൊരു ബന്ധവും ഇല്ല, വേറൊരു സിറ്റുവേഷനുമാണ്. ഞാൻ പറഞ്ഞു, നീ ഇഷ്ടം പോലെ എടുത്തുള്ളൂ, കാരണം ഇത് അറിയാതെ സംഭവിച്ചതല്ലേ. അങ്ങനെ ഈ 2 അറിയാതെ എന്നുള്ള പാട്ടുകളും ഏറ്റവും കൂടുതൽ മലയാളത്തിൽ ആരാധിക്കപ്പെട്ടു. അറിയാതെ അറിയാതെ. അതെ, ആ പാട്ട് ജയചന്ദ്രനും ഒക്കെ പാടിയതാണ്. പക്ഷേ വീണ്ടും റിലീസ് ചെയ്തു, വീണ്ടും പുതിയ തലമുറയ്ക്കും തിയേറ്ററിൽ ആ ഗാനരംഗം കാണാനായിട്ട് സാധിച്ചു. ഏറ്റവും തമാശ, റേഡിയോ സ്റ്റേഷനിലേക്ക് കുപ്പളങ്ങാട് നിന്ന് രാമകൃഷ്ണൻ, ഇല്ലെങ്കിൽ തിരുമുല്ലവാരത്ത് നിന്നും ശോഭന, ഇവരാവശ്യപ്പെട്ട പാട്ട് അറിയാതെ എന്ന് എഴുതി അയക്കും. അവരുടെ അടുത്ത് ഗിരീഷ് പുത്തഞ്ചേരി കൊടുക്കും. അവരുദ്ദേശിക്കുന്ന ഈ പാട്ടാണ്, അറിയാതെയാണ്. അങ്ങനെ അതും അറിയാതെ സംഭവിക്കുന്നതാണ്. അങ്ങനെ എല്ലാ റേഡിയോ സ്റ്റേഷനിലും ഈ സംഭവം എല്ലാ ദിവസവും ഈ അറിയാതെ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഈ പാട്ട് 2 ഹിറ്റാണ്. ഇതിനേക്കാളൊക്കെ തമാശ, മലയാള ചെറുകഥാരംഗത്തെ ഒരു മിടുക്കൻ നല്ല എഴുത്തുകാരനാണ് VR സുധീഷ്. എൻ്റെ ഒരു ശിഷ്യനൊക്കെയാണ് പുള്ളി. എന്നെ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പുള്ളി ഒരു ദിവസം രാത്രി എനിക്ക് ഫോൺ ചെയ്ത് പറഞ്ഞു, ചേട്ടാ ആ പാട്ടൊന്ന് പാടാം, ഞാൻ അറിയാതെ. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്താ ഇപ്പോൾ ഈ അർദ്ധരാത്രിയിൽ? അല്ല, എൻ്റെ അടുത്തൊരാളുണ്ട്, ഒരു ടീച്ചറുണ്ട്, അത് സ്കൂളിലെ ടീച്ചറാണ്, പുള്ളിക്ക് ഈ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാലും അത് അർദ്ധരാത്രിയിൽ ചേട്ടൻ പാടുമെന്ന് പറഞ്ഞിട്ട് ഞാൻ പാടിയപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. ആ സ്ത്രീ അതൊരു സ്കൂളിലെ ടീച്ചറാണ്. അപ്പോൾ പുള്ളി പറയാണ്, ഈ പാട്ടിൻ്റെ ആരാധകരാണ് ആ ജില്ല മുഴുവൻ. അങ്ങനെ ഓരോ ആൾക്കാർക്കും എന്തുകൊണ്ടോ ജോൺസന്റെ ഏറ്റവും നല്ല 10 പാട്ടെടുത്താൽ ഇത് പറയും. അതിലെ വരികളും അതുപോലെ തന്നെ അതിലെ പല്ലവി, അതുപോലെ തന്നെ പല്ലവി കഴിഞ്ഞു വരുന്ന അനുപല്ലവി, അതിൻ്റെ ഒരു ചരണം, ഈ 3 ഭാഗത്തും ഓരോ രീതിയിൽ ഒരു കവിത മനോഹരമായിട്ട് വിടർന്നു വരുന്ന രീതിയിൽ പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു. അങ്ങനെ അയഥാർത്ഥ നായിക, ഗോപുര സീമകൾ, ആശകൾ താനേ തുറന്നു. എൻ്റെ ഒരു ആരാധകനല്ല, എൻ്റെ ഒരു വലിയ സുഹൃത്തുണ്ട്, അനിയനെ പോലെയുള്ള ആളാണ് രവി മേനോൻ. അദ്ദേഹം ഒരുമാതിരി നല്ല പാട്ടുകളൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ്. രവി മേനോൻ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഇതാണ്. രവി മേനോൻ എപ്പോഴും എന്നോട് പറയുകയും ചെയ്യും. അവസാനം രവി മേനോൻ എവിടെ വെച്ചിത് പാടിയപ്പോൾ ഞാനത് റെക്കോർഡ് ചെയ്തു. എന്നിട്ട് ഫേസ്ബുക്കിൽ ഒരു ഭീഷണി പോലെ ഇട്ടുകൊണ്ടിരിക്കുക. കാരണം ചിത്രയും രവി മേനോനും ഇരിക്കുന്നു, രവി മേനോൻ്റെ ഫോട്ടോയുടെ താഴെ ഈ പാട്ടിങ്ങനെ വരികയാണ്. ചിത്ര പാടുന്നില്ല, നല്ലോണം പാടും രവി മേനോൻ, നല്ല ബേസ് വോയിസാണ്.
അപ്പോൾ രവിമേനോൻ പാടുന്ന ഈ പാട്ടും രവിമേനോൻ എവിടെ ചെന്നാലും ഇത് കൂട്ടും. അപ്പോൾ ഒരുപാട് ആരാധകർ വരുന്നുള്ളതാണ്. പിന്നെ ഒരു ഗുണം പറ്റിയത് ആ കഥയുമായി വളരെ ബന്ധപ്പെട്ടു എന്നുള്ളതാണ്. പദചലനങ്ങളിൽ പരിരംഭണങ്ങളിൽ പാടെ മറന്നു ഞാൻ നിന്നു, അയഥാർത്ഥമായിക ഗോപുരസീമകൾ ആശകൾ താനെ തുറന്നു, ആശകൾ താനെ തുറന്നു. കഥയുമായിട്ട് ഏറ്റവും അധികം ബന്ധപ്പെട്ട വരികൾ എന്നാണ് മോഹൻ പറഞ്ഞത്. അയഥാർത്ഥമായിക ഗോപുരസീമകൾ ആശകൾ താനേ തുറന്നുള്ളത്, ആ കഥാപാത്രങ്ങൾ അതിനകത്ത് നടക്കുന്നതൊക്കെ അയഥാർത്ഥമായ സംഭവങ്ങളാണ്. എല്ലാവരുടെ മനസ്സിലും ആശകളാണ്. ആശകൾ താനേ തുറക്കുന്ന വല്ലാത്തൊരു ഗിമ്മിക്സിൻ്റെ ഒരു വേൾഡാണ് ആ കഥയിലുള്ളത്. അപ്പോൾ വാസ്തവത്തിൽ ആ കഥയ്ക്ക് പറ്റിയൊരു പാട്ട് ഒരു വല്ലാത്തൊരു സമയത്ത് ആ സ്ത്രീ മരിച്ചുപോയി, സുജാത, ഡേവിഡ് കാച്ചപ്പള്ളിയുടെ ഭാര്യ. ഇന്നസെൻറ്റിന് വലിയ ആരാധനായിരുന്നു. ഇന്നസെന്റ് ഇതിന്റെ പ്രൊഡ്യൂസർ കൂടിയാണ്. ആ പ്രൊഡ്യൂസർക്ക് ഒരു എപ്പോഴും ഇന്നസെൻറ്റിനോട് ചോദിക്കും, എടാ എനിക്ക് അതിനകത്ത് ഒരു കാര്യം മാത്രം വലിയ പ്രശ്നമാണ്, എന്നാ ഈ ശാദ്വലം ശാദ്വലം മാത്രം ഒരു പിടിയില്ല. കാരണം അപ്പോൾ എപ്പോഴിത് പറഞ്ഞു കൊടുത്താലും പിന്നെ ശാദ്വലം എന്ന് പറയും. അങ്ങനെ ഇന്നസെൻ്റ് ഇഷ്ടപ്പെടുന്നു. സാലിഗ്രാമിലെ അന്തേവാസികൾ അന്നുണ്ടായിരുന്നത് ശ്രീനിവാസൻ, എല്ലാവരും കൂടുന്നൊരു സ്ഥലമാണ്, തൊട്ട് പുറകിലാണ് ശത്രു കമ്പൈൻസ് അല്ലേ ഇവരുടെ. അതെ അതെ, ഡേവിഡ് കാച്ചപ്പള്ളിയാണ് ആണ് വീട്. അതൊരു ഒരു ചെറിയ വീടാണ്. അതിൻ്റെ പുറകിൽ ഒരു പച്ച പെയിൻ്റൊക്കെ അടിച്ച KG ജോർജിൻ്റെ വീടുണ്ട്. ആ വീട്ടിൽ നിന്ന് ഈ വീട്ടിലേക്ക് വിളിക്കുക. ഇവിടെയാണ് ഞങ്ങളൊക്കെ പോയി ക്യാമ്പ് ചെയ്യുന്നത്. അവിടെ ഒരു ഫ്രിഡ്ജുണ്ട്, അതിനകത്ത് ആകെ ഇരിക്കുന്ന ഒരു ആപ്പിളാണ്. അത്രമാത്രം സാമ്പത്തിക ഭദ്രത ഇല്ലാത്തതുകൊണ്ട് ഈ ആപ്പിൾ ആരെടുക്കുന്നു അവൻ്റെ ഭക്ഷണം കഴിക്കാൻ പറ്റും. ശങ്കരാടി ചേട്ടനൊക്കെ വല്ലപ്പോഴും ഇവിടെ വന്ന് കയറും. അവിടെയൊക്കെ ഹിറ്റായിട്ട് ഈ പാട്ടിങ്ങനെ ഒഴുകി നടക്കും. ഒരു ദിവസം അരവിന്ദൻ വന്നു, സിനിമ അവിടെ ഏതോ വേറൊരു സാലിഗ്രാമിൽ വേറൊരു വീട് അന്വേഷിച്ച് ആരോ പറഞ്ഞു ഡേവിഡിൻ്റെ വീട്. ഡേവിഡിന് അരവിന്ദന് വലിയ അടുപ്പമാണ്. അരവിന്ദൻ ഡേവിഡ് കാച്ചപ്പള്ളിയുടെ വീട്. അപ്പോൾ ഞങ്ങളൊക്കെ ഇരിക്കുന്നു അവിടെ. അരവിന്ദൻ ഇത് കേൾക്കേണ്ടി വന്നു. അരവിന്ദൻ മൗനിയാണെങ്കിലും പുള്ളി ഇത് കേട്ടു. അങ്ങനെ ഈ അറിയാതെ എന്നുള്ള പാട്ട് ആ സാലിഗ്രാം ഏരിയയിൽ വളരെ പോപ്പുലറായി, ലോകം മുഴുവൻ പോപ്പുലറായി. ഒരു കഥ ഒരു നുണക്കഥ എന്ന് കേട്ടാൽ ഈ പാട്ടാണ് ആൾക്കാർ പറയുക.